ഭരതനോട് വസിഷ്ഠനോട് എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാവരെയും ബോധ്യപ്പെടുത്തി രാമന്റെ ജീവിത ലക്ഷ്യം, അവതാര ലക്ഷ്യം ഒരു രാഷ്ട്രം ഭരിക്കലല്ല. പക്ഷെ അതും ക്ഷത്രിയന്റെ ധർമ്മമാണ്. അത് തീർച്ചയായിട്ടും നിർവഹിക്കും. അതിനു മുമ്പ് നിർവഹിക്കാനുള്ളതെല്ലാം നിർവഹിച്ചിട്ട് തിരിച്ചു വരാം. അതിന് ജഗതീശ്വരൻ, പ്രകൃതി, പൂർവിക ഋഷിമാര്, ഈശ്വര ചൈതന്യം മന്ദരയിലൂടെ, കൈകേയിലൂടെ, ദശരഥനിലൂടെ ദശരഥപുത്രനായ രാമൻ എന്ന അവതാരത്തിന് കൊടുത്തിരിക്കുന്ന അവസരമാണ് 14 വർഷം ഭാരതത്തെ ഒരുമിച്ച് കൊണ്ടുവരിക. ഭാരതത്തെ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റാം. ലങ്കയുൾപ്പെടെ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റാം. അത് രാമന് സാധിച്ചു. പിന്നെ രാഷ്ട്രഭരണവും അതേപോലെ സാധിച്ചു. എല്ലാവരെയും രാമൻ തിരിച്ചയച്ച് അവിടെ തലയ്ക്ക് കൈയും കൊടുത്തുണ്ട്. കരഞ്ഞില്ല രാമൻ, ദുഃഖിച്ചില്ല, നടന്നതിനെക്കുറിച്ച് ചിന്തിച്ചുമില്ല, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചില്ല. മുമ്പില് നമ്മളിൽ പലരും പറയാറുണ്ട്, നമ്മുടെ മുമ്പില് ഒരു ശനി ഞായറുമുണ്ട്, ഒരു ഹോളിഡേ ഉണ്ട്, നമ്മുടെ മുമ്പിൽ ഇനി 5 ദിവസമുണ്ട്, നമ്മുടെ മുമ്പിൽ 10 ദിവസമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുമാതിരി രാമന്റെ മുമ്പിൽ 14 വർഷമുണ്ട്. ആ 14 വർഷം വരെ ജീവിച്ചിരിക്കുമോ? 14 വർഷത്തിൽ സുഖമുണ്ടോ, ദുഃഖമുണ്ടോ, ഉയർച്ചയുണ്ടോ, താഴ്ചയുണ്ടോ? നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചതിന് ആരാണ് ഉത്തരവാദി? എന്തുകൊണ്ടത് സംഭവിച്ചു? ഇനി എന്തൊക്കെയാ കാട്ടിലൂടെ പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും? അറിയാത്ത സ്ഥലം, അറിയാത്ത കാട്, രാത്രി പ്രകാശമില്ല, ഒരു തരത്തിലും പ്രകാശമില്ല. ആരുടെയും സഹായം രാമനോട്ട് സ്വീകരിച്ചിട്ടുമില്ല, ആരുടെയും പർണശാലയിൽ താമസിച്ചിട്ടുമില്ല, ഒരു രാജാവിൻ്റെ സഹായം സ്വീകരിച്ചിട്ടുമില്ല. അതൊക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ മറ്റ് ആര് ചോദിക്കുന്നതിനേക്കാൾ 10 കോടി ഇരട്ടി സന്തോഷത്തോടുകൂടി രാമന് എല്ലാ രാജാക്കന്മാരും എന്തു വേണമെങ്കിലും കൊടുക്കുമായിരുന്നു. രാമൻ ഓരോ രാജ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അതാത് രാജ്യത്തിലെ ഭരണാധികാരികൾ രാമനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. എല്ലാത്തിനും തയ്യാറായിരുന്നു. രാമൻ അതൊന്നും സ്വീകരിച്ചില്ല. ആ യാത്ര ആശ്രമങ്ങളിലൂടെ ഭാരതത്തെ പഠിക്കാൻ, ജനങ്ങളെ പഠിക്കാൻ, കാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ, പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, അറിവ് 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 നേടാനുള്ള അനുഭവത്തിലൂടെ രാമൻ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും ചിന്തിക്കാതെ പ്രസന്റിലൂടെ രാമൻ ജീവിച്ചു. 3 പേരുമായിട്ട് ചേർന്ന് ഏത് ഹിംസ്ര മൃഗങ്ങൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും വരാം, ഏത് കാട്ടുകൊള്ളക്കാരും വരാം, ഏത് കാട്ടാളന്മാരും വരാം. ഇവരുടെ തേജസ്വികളായ 3 പേരെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപദ്രവിക്കാൻ വരാം. അതെല്ലാം അവർ കൈകാര്യം ചെയ്തു. അങ്ങനെ യാത്ര വളരെ ഗംഭീരമായിട്ട് ഋഷിവര്യന്മാരുടെ ആശ്രമങ്ങളിലൂടെ അനുഗ്രഹങ്ങൾ കൊടുത്തും മോക്ഷം കൊടുത്തും, ആ മോക്ഷം കൊടുക്കുന്നതിലും ബാക്കി എല്ലാത്തിലും ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് രാമൻ ഇതിലൂടെ വരുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. രാമൻ ഇതിലൂടെ പാദസ്പർശം കൊണ്ട് മോക്ഷം കിട്ടും. രാമന്റെ ദർശനത്തിലൂടെ നിനക്ക് മോക്ഷം കിട്ടും. രാമൻ വരും. അഹല്യയ്ക്കും അതുപോലെ ശബരിക്കും അതുപോലെ സമ്പാദിക്കും, ജടായുവിന് എല്ലാവർക്കും അറിയാമായിരുന്നതാണ് രാമൻ വരുമെന്ന്. എങ്ങനെയാ പ്രകൃതി ഇവരെ കണക്ട് ചെയ്തതെന്ന് നോക്കുക. എത്ര ഗംഭീരമായിട്ട്. എങ്ങനെ ഇവർക്ക് അറിയാമായിരുന്നു അഹല്യയ്ക്ക് ശാപം കിട്ടുമ്പോഴത്തേക്കും രാമൻ വരും, രാമന്റെ പാദസ്പർശം. ഈ ഒരു പ്രക്രിയ കുറേ ഉണ്ട്, ഞാനതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഈ ഒരു പ്രക്രിയ നടന്നത് മന്ദര കാരണമാണ്. ആലോചിച്ചു നോക്കുക. ഇങ്ങനെയും കൂടി ചിന്തിക്കണ്ടേ നമ്മള്? മന്ദര കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. മന്ദര ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ രാമനിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന് പഠിക്കാനുള്ളത്, ആരോടും വാശിയില്ല, പകയില്ല, ആരോടും ബന്ധനമില്ല. അതേസമയത്ത് എല്ലാവരോടും ബന്ധമുണ്ട്. എല്ലാ തിന്മകളും ജീവിതത്തിന്റെ ഭാഗമാണ്. തനിക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ തീരൂ. താൻ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് വേറെ വല്ല ഉദ്ദേശം, വേറെ ധാരാളം ഉദ്ദേശങ്ങൾ പ്രകൃതിക്കുണ്ട്. പ്രകൃതിയുടേതായ വഴിയിലൂടെ പോകും. മനസ്സിലാക്കാൻ ശ്രീരാമന്റെ ലെവലും കൃഷ്ണന്റെ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ പറ്റുള്ളൂ. അവർക്ക് പോലും പലപ്പോഴും ഇതൊന്നും അറിഞ്ഞുകൂടാം. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ, ഈ 13 വർഷം ഇവർ കാട്ടിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞ മഹാഭാരത യുദ്ധം ഇല്ലായിരുന്നെങ്കിൽ, ഭഗവത്ഗീതയുണ്ടോ, മഹാഭാരത ഗ്രന്ഥമുണ്ടോ,
നമ്മൾ ഭാരതത്തെക്കുറിച്ച് ദ്വാപരയുഗത്തിലെ ഭാരതത്തെക്കുറിച്ച് അറിയുമായിരുന്നോ? ഇതെല്ലാം നെഗറ്റീവുകൾ സംഭവിച്ചതൊക്കെ വലിയ പോസിറ്റീവിന് വേണ്ടിയിട്ടാണ്. രാമനുമായി ബന്ധപ്പെട്ടവരെ ആരും വാൽമീകി ഉൾപ്പെടെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ശകുനിയുമായിട്ട്, പാണ്ഡവരുമായിട്ട്, കൗരവരുമായിട്ട് ബന്ധപ്പെട്ടവരാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരുടെ ജീവചരിത്രം ഇന്ന് പുസ്തക രൂപത്തിലുണ്ട്. അത് എഴുതിയവരെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, അതിൽ അഭിനയിച്ചവരെ ഓർമ്മിക്കുന്നുണ്ട്. നമ്മളും അതിലെ പലതിൻ്റെയും അനുഭവസ്ഥരാണ്. ആ പലതും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ധാരാളം തരത്തിലുള്ള പുല്ലുകളുണ്ട്. അതിൽ പലതും ചീരകളാണ്, ഇലക്കറികളാണ്. പുഷ്പം ഉപയോഗിക്കാം, അതിൻ്റെ പഴം ഉപയോഗിക്കാം, അതിൻ്റെ കായ ഉപയോഗിക്കാം, അതിൻ്റെ വേരുപയോഗിക്കാം, അതിൻ്റെ തൊലി ഉപയോഗിക്കാം, അതിൻ്റെ ഇല ഉപയോഗിക്കാം, അതിലെ പൂക്കൾ ഉപയോഗിക്കാം. ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നവന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ രാമന്റെ യാത്രയിൽ ഓരോന്നും സംഭവിച്ചു. എന്ത് ഗംഭീരമായിട്ട് അത് സംഭവിച്ചു. അതിലെ ഓരോന്നും സംഭവിക്കേണ്ടതായിരുന്നില്ലേ? സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അതിനിടയ്ക്ക് നന്മ നിറഞ്ഞവരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, ശൂർപ്പണഖയുമായിട്ട് ബന്ധപ്പെട്ടി, അങ്ങനെ പലരുമായിട്ട് ബന്ധപ്പെട്ടു. ആ ശൂർപ്പണഖയെ കണ്ടില്ലായിരുന്നെങ്കിൽ, ശൂർപ്പണഖ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവര് പോയ വഴിയിലൂടെ അല്ല ശൂർപ്പണഖ ഉണ്ടായിരുന്നത്, കാടല്ലേ, റോഡുകളൊന്നും ഇല്ലല്ലോ. ഈ റോട്ടിലൂടെ പോകുമ്പോൾ റോട്ടിൽ വെച്ച് കണ്ടിമുട്ടി എന്ന് പറയാൻ ഒരേ വഴിയിലല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. കാട്ടിൽ ഇവിടെ വഴി, എവിടെ റൂട്ട് ഒന്നുമില്ല, എവിടെ വെച്ച് ഏതുവിടെ. അപ്പൊ ഈ 3 പേര് സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോ അവരെ കണ്ട ശൂർപ്പണഖയ്ക്ക് പലതും തോന്നി. ആ തോന്നിയതൊന്നും നമ്മുടെ മുമ്പിൽ ഇമ്പോർട്ടൻസ് അല്ല. ശൂർപ്പണഖ രാവണനെ അറിയിച്ചു, നിനക്ക് പറ്റിയ ഒരു സ്ത്രീ ഇതാ വരുന്നുണ്ട്. അങ്ങനെ അറിയിച്ചില്ല എന്ന് വിചാരിക്കാം. ആ ശൂർപ്പണഖയ്ക്ക് രാമനോടും ലക്ഷ്മണനോടും സീതയോടും ഒരു രാക്ഷസീയ പക തോന്നിയിരുന്നില്ല എന്ന് വിചാരിക്കാം. എന്തായിരിക്കും സംഭവിക്കാം? സീതയെക്കുറിച്ച് ശൂർപ്പണഖ രാവണനെ അറിയിക്കില്ല. അപ്പൊ ഈ രാവണനെ ശ്രീരാമന്റെ മുമ്പിൽ എത്തിക്കേണ്ടത് പ്രകൃതിയുടെ നിയതിയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ ശാന്തമായിട്ട് ചിന്തിച്ചാൽ നമ്മള് രാമായണത്തിലെ ഓരോ സംഭവവും ചങ്ങലയുടെ ചെയിൻ മാതിരി കണക്റ്റഡ് ആണ്. അതിൽ നിന്ന് ഓരോ ചെയിനിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷ്മണന്റെ സീതയുടെ യാത്രയില് ചെറുതും വലുതുമായിട്ട് പല സംഭവങ്ങളും, പല വാക്കുകളും, പല വരികളും, പല ദർശനങ്ങളും, പല കമന്റുകളും, പല ചെറിയ പ്രവൃത്തികളും എല്ലാം ഈ രാമന്റെ ജനനം മുതൽക്ക് സ്വർഗാരോഹണം വരെ ഉള്ള കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നു. എന്തിന്? നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ. അവസാനം വരെ നിശ്ചയിച്ചിട്ടാണ് പ്രകൃതി ഒരാളുടെ തുടക്കം കുറിക്കുന്നത്. ആ വരി ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. അവസാനം വരെ ഇയാളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ ശരീരയാത്രാപീച്ചതേ ന പ്രസിദ്ധേത കർമ്മണ. ഒരുവൻ ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്ന്. അത് പ്രകൃതി നേരിട്ട് പറയില്ല. പ്രകൃതി അത് ചെയ്യിച്ച് കാണിച്ചു തരികയാണ്. അതിന് നമ്മൾ വിധേയരായിട്ട് നിന്നു കൊടുക്കുക. ആ തിന്മകളെ നന്മകളാക്കി മാറ്റുക. പരാജയത്തെയും വിജയത്തെയും ഒരേപോലെ കാണുക. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്തായാലും ഒരു ദിവസം മരിക്കാനുള്ളവരാണ്. എന്നും ഭൂമിയിൽ ശാശ്വതമായിട്ട് ഇരിക്കാനുള്ളവരല്ല. ഇതൊക്കെ ഫിലോസഫിയാണ്. ആ ഫിലോസഫിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തകരില്ല, വരളില്ല, വളരാൻ സാധിക്കും. വളരെ കാഷ്വലി ഇങ്ങനെ നടന്നു പോകുന്ന ചിരിക്കാതെ, പരിധിക്കപ്പുറം ചിരിക്കാതെ, പരിധിക്കപ്പുറം കരയാതെ, പരിധിക്കപ്പുറം ദുഃഖിക്കാതെ, വിമർശനങ്ങളില്ല, എതിർപ്പില്ല, വാശിയില്ല, പകയില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, ഭയമില്ല, വേദനകളില്ല. ഉള്ളതെല്ലാം ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ രാമന്റെ യാത്രയുടെ ലാസ്റ്റ് പാർട്ടിലെത്തുന്നു.